ഉടുമ്പന്നൂരിൽ നിന്ന് വന്ന ഉടനെ തന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മളിത് ആ പ്ലക്കാർഡിൻ്റെ പരിപാടിയിലേക്ക് കടന്നു കേട്ടോ. ആദ്യം ഞാൻ വിചാരിച്ചത് വേറൊരു സംഭവത്തിൽ സെറ്റ് ചെയ്യാമെന്നാണ്. പക്ഷേ അത്യാവശ്യം പറഞ്ഞു അത് അവന് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കാരണം അതൊരു ഇത്തിരി കനമുള്ള സംഭവമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് വേണ്ട, ഇതിൽ ചെയ്യാമെന്ന് പറഞ്ഞു. ഇതെന്ന് പറഞ്ഞാൽ അവൻ്റെ ജീപ്പ് അങ്ങോട്ട് വാങ്ങിച്ചപ്പോൾ കിട്ടിയ കവറാണ്. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു ചാർട്ട് പേപ്പർ ഉണ്ടല്ലോ, അതും അതിനനുസരിച്ച് തന്നെ കട്ട് ചെയ്തു. പിന്നെ സൈഡൊക്കെ ഒന്ന് മുറിച്ച് കൊടുത്തിട്ട് അതിൻ്റെ പുറമേക്ക് പശ തേച്ചിട്ട് ഒട്ടിക്കുകയാണ്. ഇൻ കേസ് ആ പശ എങ്ങനെ പറഞ്ഞു പോയാലോ എന്ന് വിചാരിച്ചിട്ട് 4 സൈഡിലും നമ്മൾ സ്റ്റാപ്ലർ വെച്ചിട്ട് പിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് റെഡി ആയി കഴിഞ്ഞപ്പോഴേക്കും ഞാനാണെങ്കിൽ അതിൽ ആ ഒരു കോഡ്സ് എഴുതാനായിട്ട് തുടങ്ങി. ആദ്യം സ്കെയിൽ വെച്ചിട്ടൊന്ന് വരച്ചു കൊടുത്തു, എന്നിട്ടാണ് കേട്ടോ എഴുതിയത്. അല്ലെങ്കിൽ പിന്നെ വേറെ വേറെ എന്താ പറയുക, വലുപ്പത്തിലായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് സ്കെയിൽ വെച്ചിട്ട് വരച്ചിട്ടാണ് നമ്മൾ എഴുതി കൊടുത്തത്. ഞാനത് എഴുതിക്കൊണ്ടിരുന്നപ്പോഴേക്കും അത്യാവശ്യമാണെങ്കിൽ ആ പിടിക്കുന്ന സംഭവം ഉണ്ടല്ലോ, അത് അന്വേഷിച്ച് നടപ്പായിരുന്നു. ഒരു ഓസ് ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ, അത് കിട്ടുവാണെങ്കിൽ അടിപൊളിയായിരുന്നു. പക്ഷെ അത് കിട്ടിയില്ല. അല്ലെങ്കിൽ നമ്മൾ നോക്കി നടന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും കിട്ടില്ലല്ലോ. അങ്ങനെ പിന്നെ ഒരു വടി വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടോ. അങ്ങനെ എന്തായാലും നമ്മുടെ പ്ലക്കാർഡൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നാളെ ഇനി സ്കൂളിൽ പോകുമ്പോൾ കാണാം.